നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് റേക്കി ഹീലിംഗുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു നിയമമുണ്ട്. ആ നിയമത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, റേക്കി ഹീലിംഗിൽ എനർജി എക്സ്ചേഞ്ചിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. കോമണായിട്ട് ഞാൻ കണ്ടുവരുന്നതാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് റേക്കിയുടെ ഗൈഡൻസിന് വരാറുണ്ട്. അപ്പോൾ ഈ ഗൈഡൻസിന് വരുന്ന ആളുകൾക്ക് മെജോറിറ്റി ആളുകൾ ചെയ്യുന്നൊരു വലിയൊരു മിസ്റ്റേക്കാണ് എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കാതെ നിങ്ങൾ ഹീലിംഗ് കൊടുക്കുക. എന്നിട്ട് ആർക്കാണോ ഹീൽ ചെയ്തത് അവരുടെ ആ ബുദ്ധിമുട്ട് ഒന്നുകിൽ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ രീതിയിൽ ഇവരനുഭവിക്കേണ്ടി വരിക. സോ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ എനർജി എക്സ്ചേഞ്ചിൻ്റെ പ്രാധാന്യം? നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. റേക്കി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇതിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് വിലയിടാൻ പറ്റില്ല. അത്രയും വിലമതിക്കാനാവാത്ത ഈ പ്രപഞ്ചത്തിൽ പലതും ഇല്ലേ, നമുക്ക് പൈസ കൊണ്ട് അളക്കാൻ പറ്റാത്ത പലതും ഉണ്ട്. അപ്പോൾ അതുപോലെ വളരെ വളരെ പ്രധാനപ്പെട്ട, നമുക്കൊരിക്കലും വിലയിടാനോ വിലമതിക്കാനോ പറ്റാത്ത ഒന്നാണ് റേക്കി എന്ന് പറയുന്നത്. റേക്കിയുടെ വില നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങളൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരില്ല, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും ഒരു ഇഷ്യൂ അതിനൊരിക്കലൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല, ലൈഫ് ലോങ് ഞാനിത് അനുഭവിച്ചേ പറ്റൂ എന്ന് വിചാരിച്ചിരുന്ന എത്രയോ പേര് റേക്കിയിലൂടെ വിശ്വസിക്കാനാവാത്തത്രയും വലിയ മാറ്റത്തിന് അർഹരായിട്ടുണ്ട്. അല്ലെങ്കിൽ അവിശ്വസനീയമായി അത്രയും രീതിയിൽ അവർ എക്സ്പീരിയൻസ് മീൻസ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത്രയും വലിയ മാറ്റങ്ങൾ, അത് റിലേഷൻഷിപ്പിലാവാം, ക്യാരക്ടറിലാവാം, ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആവാം, അസുഖങ്ങളാവാം. ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ച അസുഖങ്ങൾ മാറിയ ആൾക്കാരുണ്ട്. സോ അത്രയും വലിയൊരു ദിവ്യമായ ഒരു ഊർജം വെച്ചിട്ട് നമ്മളൊരു ഹീലിംഗ് കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേക്കി എന്ന് പറയുന്നത് ഒരു ഊർജ ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് പൈസ വാങ്ങിച്ചുകൂടാ? ഇതിങ്ങനെയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം, കോമണായിട്ട് ഈ ഒരു കാര്യം ഒരുപാട് പേരിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് പേര് ചോദിച്ചു. സോ ചില ആളുകൾ നേരെ തിരിച്ചും ചോദിക്കാറുണ്ട്, ഇത്രയും വലിയൊരു എനർജി നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ ഫ്രീ സർവീസ് ചെയ്തുകൂടെ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. നമുക്കൊരിക്കലും അതിന് വിലയിടാൻ പറ്റില്ല. അപ്പം നമ്മൾ വാങ്ങുന്ന ആ ഒരു പൈസ നമ്മുടെ സമയത്തിനാണ്. നമ്മൾ ചെയ്യുന്ന ഡെഡിക്കേഷനും നമ്മൾ കൊടുക്കുന്ന ഇൻറ്റൻഷനും ആ ഒരു സമയം വേറെ ഒന്നിനും മാറ്റി വയ്ക്കാതെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നില്ലേ? സോ അതിനാണ് നമ്മൾ പൈസ വാങ്ങുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എത്ര കാലം നിങ്ങളത് അത്രയും പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യും? എന്നെ സംബന്ധിച്ച് റേക്കി പ്രഷ്യസാണ്. സോ അത്രയും വലിയൊരു അനുഗ്രഹത്തെ ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല. റേക്കിയുടെ നിയമമാണത്, എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഇപ്പം ഉസോയി മാസ്റ്റർ തന്നെ പണ്ട് കാലത്ത് ഈ റേക്കിയൊക്കെ ചെയ്യുമ്പോൾ പണമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പകരം ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ട് അതിന് ശേഷമാണ് ഉസോയി മാസ്റ്റർ റേക്കി ഹീലിംഗ് കൊടുത്തതെന്നാണ് നമ്മൾ കേട്ട് വന്നത്. അതുപോലെ പരമ്പരാഗതമായി നമ്മുടെ ഗുരുക്കന്മാർ കൈമാറി വന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഓരോ ഗുരുവും, നിങ്ങൾ പഠിച്ച ഏത് ഗുരുവിൻ്റെ അടുത്ത് നിങ്ങൾ പഠിച്ചാലും ആ ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും റേക്കി ഹീലിങ്ങിൽ എനർജി എക്സ്ചേഞ്ച് നിർബന്ധമാണെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും
അവരോടത്ത് ചോദിക്കാൻ മടി. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡോക്ടറെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റിന് നിങ്ങൾ പോകുമ്പോൾ ആ ഡോക്ടർ നിങ്ങൾക്ക് ഫ്രീ സർവീസാണോ ചെയ്യുന്നത്? അല്ല. അവരുടെ അറിവിനും അവരുടെ സമയത്തിനും അവരൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇനി ഡോക്ടറെന്ന് മാത്രം കാണണ്ട, നിങ്ങളൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോ ഇനി എന്ത് ജോലി, നിങ്ങളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയാൽ അവിടെ പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. ഇപ്പോൾ ചില ആൾ പറയും ഗവൺമെൻറ് സർവീസിൽ പോയാൽ നമുക്ക് ഫ്രീ സർവീസ് അല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾക്ക് ഫ്രീ സർവീസാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. നിങ്ങൾ വേറൊക്കെ രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കുന്നില്ലേ, അതൊക്കെ തന്നെയാണ് അവർക്ക് സാലറി ആയിട്ട് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു എനർജി, അത്രയും ഡിവൈൻ ആയിട്ടുള്ളൊരു എനർജി ഒരിക്കലും നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ട്, നമ്മുടെ അറിവിന് വാല്യൂ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു ഇഷ്യൂ ആയിട്ടാണ് ഒരു ഹീലറുടെ അടുത്ത് വരുന്നത്. സോ ആ ഇഷ്യൂ നിങ്ങളിൽ നിന്നും മാറ്റിത്തരുമ്പോൾ, ഒരിക്കലും ഒരു ഹീലറല്ല, രേഖി തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ ആ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ പിന്നിലൊരു റീസണുണ്ട്. ആ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു ബാഡ് കർമ്മയാണ്. സോ അവിടെ ആ ദിവ്യമായ ദൈവികമായ ആ ഒരു എനർജി കൊണ്ട് ഒരു പരിധിവരെ ആ ബാഡ് കർമ്മ നീക്കിയിട്ടാണ് നിങ്ങൾക്ക് ആ പ്രശ്നം നിങ്ങളിൽ നിന്നും ദൂരീകരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കാതെ അവർക്ക് ഹീലിംഗ് ചെയ്യുമ്പോൾ, എത്രയോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നടുവേദനയുള്ള ആൾക്കാർക്ക് ഹീൽ ചെയ്തിട്ട് നമുക്ക് നടുവേദന വരിക, ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക, വയ്യാണ്ടാവുക എന്നൊക്കെ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ എനർജി എക്സ്ചേഞ്ച് വാങ്ങിയിട്ടുണ്ടാവില്ല. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തിനും ഒരു താൽക്കാലികമായ വാല്യൂവേ ഉണ്ടാവുള്ളൂ. പൈസ കൊടുത്ത് ചെയ്യുന്ന എല്ലാത്തിനും നല്ല വാല്യൂ ഉണ്ടാവും. സോ ഒരിക്കലും റേക്കി ഹീലിംഗ് നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യരുത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് എഫക്റ്റ് ചെയ്യും. ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല. അത്രയും ദിവ്യമായൊരു എനർജി നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിന് കൊടുക്കേണ്ടൊരു മൂല്യമില്ലേ? അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരും, ആ അസുഖത്തെ അവർ മാറ്റിത്തരും. പക്ഷേ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ അടുത്തോ പോയാലും നമുക്കുണ്ടാകുന്ന പ്രശ്നം, ഓരോരാൾക്കും അവരവരുടേതായ സർവീസ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ റേക്കി എന്ന് പറയുന്ന ഒരു ഡിവൈൻ എനർജി നിങ്ങൾ മനസ്സിലാക്കുക, അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ചൂസ് ചെയ്യാം, നിങ്ങളുടെ അഡ്വക്കേറ്റിനെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് രേഖിയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. രേഖിയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ആ ഒരു വലിയ ബ്ലെസ്സിങ്സ് നിങ്ങൾ അർഹനാണോ എന്നത് രേഖിയാണ് തീരുമാനിക്കുന്നത്. ആ രേഖി നിങ്ങളെ തീരുമാനിക്കുകയും നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അതിനോടൊപ്പം ഏത് ഹീലർ വേണമെന്നും അതേ രേഖി തന്നെയാണ് തീരുമാനിക്കുന്നത്. ആരുടെ അടുത്ത് പോയിട്ടാണ് നിങ്ങൾക്ക് വ്യത്യാസം വരേണ്ടത് അല്ലെങ്കിൽ ഒരു സുഖപ്പെടേണ്ടത്, ഏത് കാര്യത്തിനായാലും. സോ അത്രയും വലിയൊരു, നമുക്കിവിടെ ഓപ്ഷനില്ല. രേഖി തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഹീലിംഗ് തരുന്നതും രേഖിയാണ്, നിങ്ങളെ ചൂസ് ചെയ്യുന്നത് രേഖിയാണ്. സോ അത്രയും ഡിവൈനായിട്ടുള്ള പവർഫുള്ളായ ഒരു എനർജിക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് എനർജി എക്സ്ചേഞ്ച് ചോദിക്കാൻ നിങ്ങൾ മടിക്കുന്നു എന്നത് എനിക്കറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഹീലേഴ്സിനോട്, ചിലപ്പം ഈ ഹീലിംഗ് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. എത്രയോ പേരങ്ങനെ അറിയാണ്ട് കൊടുക്കുന്നുണ്ട്. അറിയാതെ ഹീലിംഗ് കൊടുത്തിട്ട് അവരുടെ ഇഷ്യൂസ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് ഹീൽ ചെയ്തു, അത് എൻ്റെ അടുത്ത് എൻ്റെ സിസ്റ്റർ പറഞ്ഞതാണ്, ഇവരെ ഒന്ന് ഹീൽ ചെയ്യൂ. അങ്ങനെയെങ്കിൽ ഈ സിസ്റ്റർ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരണം. ആരെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്ക് അയ്യോ പാവം തോന്നിയിട്ട് നമ്മൾ ഹീലിംഗ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ബ്ലസ് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം, നന്നായി വരട്ടെ എന്ന് പറയാം, പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പറയാം.
അതല്ലാതെ ഒരു ഹീലിംഗ് ആയിട്ട്, അതും കണ്ടിന്യൂസ് ഹീലിംഗ് ആയിട്ടൊക്കെ കൊടുത്ത ആൾക്കാരുണ്ട് 7 ദിവസത്തിനേക്കാൾ കൂടുതൽ. എന്നിട്ട് അതേ സെയിം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് നമ്മളടുത്ത് വന്നിട്ട് ഹീലിംഗ് എടുക്കും. അപ്പോൾ പേ ചെയ്യും, അത് പ്രശ്നമില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കാതെ ചെയ്യില്ല. അപ്പോൾ ഇത്തരം കേസുകൾ ഒന്ന് ശ്രദ്ധിക്കുക, അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. കാരണം എല്ലാ ഇഷ്യൂസിൻ്റെ പിന്നിലും ഒരു കർമ്മമുണ്ട്. ആ കർമ്മ നിങ്ങൾ റീപേ ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആ സോൾ എടുത്ത തീരുമാനമാണത്. സോ അതിനെ അത് ഈശ്വരനാണ് അത് നീക്കം ചെയ്യുന്നത്. ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം നിങ്ങൾ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ എനർജി എക്സ്ചേഞ്ച് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം എന്ന് നിങ്ങൾക്ക് തീരെ അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഇപ്പം നമ്മുടെ സ്വന്തം കുട്ടികളെ ഹീൽ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളെ ഹീൽ ചെയ്യുന്ന സമയത്ത് മൂത്ത ആൾ 6th പഠിക്കുന്നത്. സോ അവന് എന്തൊക്കെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവനെ കൊണ്ട് ഞാൻ ആ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഞാൻ ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് രേഖി കൊടുക്കുള്ളൂ. ഇപ്പം ചെറിയ ആളാണെങ്കിൽ UKG പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്നാൽ പോലും അവനെ കൊണ്ട് ഞാൻ കുഞ്ഞു ജോലികൾ ചെയ്യിക്കും. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുതരും. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ, ഇനി ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ ഏൺ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ആളുടെ അടുത്തുനിന്നൊരു പൈസ നമുക്ക് വാങ്ങിക്കുന്നതിനെ കൊണ്ട് എന്താണ്, മിനിമം നിങ്ങളൊരു 200 or 100 rupees ഏറ്റവും കുറഞ്ഞ നിങ്ങൾ വാങ്ങിക്കണം നമ്മൾ ആ ഹീലിംഗ് കൊടുക്കുമ്പോൾ. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ട്, 1 രൂപയോ 2 രൂപയോ വാങ്ങിച്ചാൽ പോരെ? 1 രൂപയാണോ നിങ്ങളുടെ കയ്യിലുള്ള എനർജിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാല്യൂ? ഒരിക്കലും അത്രയും തരം താഴ്ത്തി രേഖയെ നിങ്ങൾ കാണരുത്. കാരണം ഈ ഗ്രൂപ്പിൽ, എൻ്റെ ഈ ഒരു ചാനലിൽ അറിയാലോ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് ഹീലിംഗ് എടുത്തിട്ടുണ്ട്. ഈ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് അവർക്ക് രേഖി എനർജി കൊടുത്ത ബ്ലെസ്സിങ് എത്രത്തോളം ആണെന്നുള്ളത് അവർക്കറിയാം. ഒരിക്കലും അവരുടെ ലൈഫിൽ മാറില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ആ ദിവ്യമായ എനർജി അവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ്, മാമിനിങ്ങനെ ഒരു ദിവസം തന്നെ 6ഉം 7ഉം ഹീലിംഗ് ഉണ്ടാവും, ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരില്ലേ? നമ്മളൊക്കെ 2 ഹീലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 1 ഹീലിംഗ് ചെയ്യുമ്പോഴേക്ക് ടയേർഡാവുന്നു, നെക്സ്റ്റ് ഡേ സോൾട്ട് വാട്ടറിൽ കുളിച്ചതിന് ശേഷമാണ് എഴുന്നേറ്റ് നിൽക്കാൻ വരെ പറ്റുന്നത്, ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും. ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ കൃത്യമായ പ്രൊട്ടക്ഷൻ ഇടാത്തതുകൊണ്ടാണ്, നിങ്ങൾ കൃത്യമായിട്ട് എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കാത്തതുകൊണ്ടാണ്. സോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം, ഇപ്പോൾ എനിക്കെല്ലാം അറിയാം അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ അറിയണം. അത് അറിഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എത്രയോ പേര് ഹീലിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ ഇടേണ്ടതെന്ന് അറിയാണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എത്രയോ പേർക്ക് പ്രൊട്ടക്ഷൻ എങ്ങനെ ഇടേണ്ടതെന്ന് അറിയില്ല, സിമ്പിൾസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഹെൽപ്പ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട്, ഇതിൻ്റെ എല്ലാ നിയമങ്ങളും അറിഞ്ഞുകൊണ്ട് അത് പാലിക്കേണ്ടതാണെന്നുള്ള പൂർണ്ണ ബോധം ഉണ്ടായിട്ടും അത് നിങ്ങൾ അതിനൊരു തീരെ വില കൊടുക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അത് പാലിക്കാണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു എനർജിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. സോ ഇനിയെങ്കിലും ദയവ് ചേർന്ന് ഹീലേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും എൻ്റെ അടുത്തൊരു ദേഷ്യമൊന്നും തോന്നണ്ട. കാരണം നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി, നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.